ഹലോ, ഹലോ. നമ്മള് ഇന്നത്തെ ക്ലാസ്സില് അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഇവിടെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഫോം ചെയ്തിട്ടുണ്ട് ഒരു ഡോട്ട്സ് കൊണ്ട്. ഇവിടെ എത്ര ഞാൻ ഇവിടെ ഡോട്ട്സിന്റെ എണ്ണത്തിനെ ഞാൻ n ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഡോട്ട്സിനെ ഞാൻ n ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഡോട്ട്സ് ഉണ്ട്? 3 ഡോട്ട്സ് ഉണ്ട്. ഇവിടെ എത്ര ഡോട്ട്സ് ഉണ്ട്? 1 2 3 4 5 6 ഡോട്ട്സ് ഉണ്ട്. ഇവിടെ 5 6 7 8 9 10 11 ഡോട്ട്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഈ ഒരു പാറ്റേണിൽ പോവുകയാണെങ്കിൽ അടുത്ത 3 ട്രയാങ്കിൾ ഇതേപോലെ വരയ്ക്കുകയാണെങ്കിൽ എത്ര ഡോട്ട്സ് ഉണ്ടാവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എന്ത് പാറ്റേൺ ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കണം അല്ലേ? ഈ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ ഒരു ലോജിക്ക് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 3 ട്രയാങ്കിൾസിൽ എത്ര ഡോട്ട്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ ആ ഒരു ലോജിക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം ഈ 2 ട്രയാങ്കിൾസ്, ഈ ഡോട്ട് കൊണ്ട് ഉണ്ടാക്കി ഈ 2 ട്രയാങ്കിൾസ് നോക്കാം. ഇവിടെ 3 ഡോട്ട്സ് ഉണ്ട്, ഇവിടെ 6 ഡോട്ട്സ് ഉണ്ട്. ഈ ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഇതായിട്ട് വിചാരിച്ചൂടെ? ഇവിടുത്തെ ഈ ഒരു ട്രയാങ്കിൾ ഇതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ ആണ്, ഇതും സെയിം ആണ് അല്ലേ? അപ്പൊ ഇത് ഞാൻ ആദ്യത്തെ ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കണം. അപ്പൊ ഇവിടെ എത്ര എണ്ണം കൂടിയപ്പോഴാ ഈ 6 ഡോട്ടുള്ള ട്രയാങ്കിൾ ആയി മാറിയത്? 3 ഡോട്ട്സ് കൂടിയപ്പോൾ അല്ലേ? അതായത് ഈ ഒരു ട്രയാങ്കിളിന്റെ മേലെ ഞാൻ ഇങ്ങനെ ഒരു 3 ഡോട്ട്സ് വരച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വലിയൊരു ട്രയാങ്കിൾ ആയിട്ട് മാറി അല്ലേ? ഇവിടെ 3 ഡോട്ട്സ് ആണ് കൂടിയതെന്ന് എനിക്ക് മനസ്സിലായി. ഇതെന്ന് ഇതിലോട്ടാവാൻ 3 ഡോട്ട്സ് ആണ് കൂടിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടാമത്തെയും മൂന്നാമത്തെയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. ഈ ഒരു ട്രയാങ്കിളില് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഷേപ്പിനുള്ളില് സെയിം അതേ ട്രയാങ്കിൾ തന്നെയാണ് ഇത് അല്ലേ? ഒരു റൗണ്ടിൽ ഇതിരിക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. കൂടിയിരിക്കുന്നത് ഏതാണ്? എത്ര ഡോട്ട്സ് ആണ് കൂടിയിരിക്കുന്നത്? 4 ഡോട്ട്സ് ആണ് കൂടിയിരിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയും നോക്കിയാൽ മതി. 3ന്റെ കൂടെ എത്ര കൂടിയപ്പോഴാണ് 6 പ്ലസ് 3. അതേപോലെ 6ന്റെ കൂടെ എത്ര കൂടിയപ്പോഴാണ് 11 ഡോട്ട്സ് ആണ്. 1 2 3 4 5 6 7 8 സോറി 10 ഡോട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 6ൽ നിന്ന് 4 ആയി പോയപ്പോഴാണ് 10 ഡോട്ട്സ് ആയത്. 3ൽ നിന്ന് 3 ഡോട്ട്സ് കൂടിയപ്പോഴാണ് 6 ആയത്. അപ്പൊ ഇവിടെ 3 വെച്ച് കൂടി, ഇവിടെ 4 കുത്തുകൾ വെച്ച് കൂടി. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ എത്ര കുത്തുകൾ വെച്ചാണ് കൂടുക? എത്രയായിരിക്കും? ഇവിടെ 3, ഇവിടെ 4. അടുത്തത് സ്വാഭാവികമായിട്ട് എത്ര വരും? 5 ഡോട്ട്സ് ആയിരിക്കും കൂടുക അല്ലേ? എന്ന് വെച്ചാൽ എത്രയായിരിക്കും വരിക? 10ന്റെ കൂടെ 5 കൂട്ടിയാൽ 15 ഡോട്ട്സ് ആയിരിക്കും വരിക അല്ലേ? അടുത്തത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 എണ്ണത്തിന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? 3 ട്രയാങ്കിൾസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ എത്ര ഡോട്ട്സ് കൂടിയിട്ടുണ്ട്? അടുത്തൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ 6 ഡോട്ട്സ് കൂടിയിട്ടുണ്ടോ? അതായത് ഈ 15ന്റെ കൂടെ 6 ഡോട്ട്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് വരിക?
15ന്റെ കൂടെ 6ഉം കൂടിയും കൂട്ടിയാൽ എത്ര വരും? എത്ര വരും? 21 ഡോട്ട്സ് ആയിട്ട് വരും അല്ലേ? അതെ. 21 ഡോട്ട്സ് ആണ് വരിക. 21 ഡോട്ട്സ് ആയിട്ട് വരുന്നു. ഇനി അടുത്തത്. ഒരു ട്രയാങ്കിളും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. അല്ലേ? അപ്പൊ 21ന്റെ കൂടെ ഒരു എത്ര കൂടും? ഇവിടെ 5 കൂടി, 6 കൂടി, 6 കഴിഞ്ഞാൽ പിന്നെ എത്ര കൂടുമായിരിക്കും? 7 കൂടും. 21ന്റെ കൂടെ ഒരു 7ഉം കൂടിയും കൂട്ടിയാൽ 28 ഡോട്ട്സ്. അപ്പൊ ഏതൊക്കെയാണ് വരിക? ഏതൊക്കെയാണ് ആ 3 ട്രയാങ്കിളിന്റെ ഡോട്ട്സുകളുടെ എണ്ണം? 15, 21, 28 അല്ലേ? 15, 21, 28. ഇത് 15, 21, 28 എന്നിങ്ങനെയായിരിക്കും അടുത്ത 3 ട്രയാങ്കിളിന്റെ ഡോട്ട്സിന്റെ എണ്ണം ഉണ്ടാവും. ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ കുറച്ച് പോളിഗൺസ് കൊടുത്തിട്ടുണ്ട്. പോളിഗൺ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ. ഇവിടെ ആദ്യത്തെ ഫിഗർ ട്രയാങ്കിൾ ആണ്. രണ്ടാമത്തത് സ്ക്വയർ, മൂന്നാമത്തത് പെന്റഗൺ, നാലാമത്തത് ഹെക്സഗൺ ആണ്. ഇനി ഓരോന്നിനും എത്ര സൈഡ്സ് ഉണ്ട്? ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ആണുള്ളത്? അതെ, 3 സൈഡ്സ് ആണ് ഉള്ളത്. സ്ക്വയറിന് 4 സൈഡ്സ്, പെന്റഗണിന് 5 സൈഡ്സ്, ഹെക്സഗണിന് 6 സൈഡ്. ഇനി സം ഓഫ് ഇന്നർ ആംഗിൾസ്. എങ്ങനെയാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കുക? അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നതിന് മുമ്പ് ഓരോ ഷേപ്പിലും എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും എന്ന് നോക്കാം. ആദ്യത്തെ ഷേപ്പിൽ എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും? ഒരൊറ്റ ട്രയാങ്കിൾ അല്ലേ? ഓക്കെ. ആദ്യത്തെ ഷേപ്പിൽ എനിക്ക് ഒരു ട്രയാങ്കിൾ ആണ് വരയ്ക്കാൻ പറ്റുക. ശരി. രണ്ടാമത്തെ ട്രയാങ്കിളും രണ്ടാമത്തെ പോളിഗൺ ഒന്ന് നോക്കൂ. അതൊരു സ്ക്വയർ ഷേപ്പാണ്. എനിക്ക് ഓവർലാപ്പ് ചെയ്യാതെ എനിക്ക് എത്ര ട്രയാങ്കിൾ ആണ് വരയ്ക്കാൻ പറ്റുക? ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ 2 ട്രയാങ്കിൾ ആയിട്ട് മാറി. അല്ലേ? ഇവിടെ 1, ഇവിടെ 2. ഇവിടെ 2 ട്രയാങ്കിൾ. എന്തിനാണ് ഈ ട്രയാങ്കിൾ വരയ്ക്കുന്നത് എന്നത് ഞാൻ പിന്നീട് പറയാം. ശരി. ഇനി പെന്റഗണിൽ എനിക്ക് എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും? ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്യും വേണം. ഓവർലാപ്പ് ചെയ്യാനും പാടില്ല. ലൈൻസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാനും പാടില്ല. ഈ പെന്റഗണിൽ എനിക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ. മൊത്തം എത്ര ട്രയാങ്കിൾ ആയിട്ട് മാറി? 1, 2. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഷേപ്പിൽ ഹെക്സഗണിൽ എത്ര ട്രയാങ്കിൾസ് എനിക്ക് വരയ്ക്കാൻ പറ്റും? ഒന്നിങ്ങനെ, രണ്ടാമത്തത്, മൂന്നാമത്തത്. ഇതേ രീതിയിൽ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല. പല രീതിയിലായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ രീതിയിൽ വരയ്ക്കുന്നതെന്ന് മാത്രം. ഇവിടെ എനിക്ക് 1, 2, 3, 4 ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. അല്ലേ? നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ മൊത്തം ഇന്നർ ആംഗിളിന്റെ സം എത്രയാണ്? ഒരു ട്രയാങ്കിളിന്റെ മൊത്തം ഇന്നർ ആംഗിളിന്റെ സം 180 ഡിഗ്രി ആണ് ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലത്തെ എല്ലാ ആംഗിൾസും തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ക്വയറിന്റെ ഷേപ്പിൽ നോക്കിയാൽ സ്ക്വയറിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ 2 ട്രയാങ്കിൾ ആണുള്ളത് അല്ലേ? 2 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ 2 ട്രയാങ്കിളിന്റെ സം, അതായത് ഞാൻ ഇവിടെ ആദ്യത്തേന്റെ എഴുതാം. ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണ്. അല്ലെ? അതേപോലെ തന്നെ ഇവിടെ സ്ക്വയറിൽ 2 ട്രയാങ്കിൾസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ 2 ട്രയാങ്കിൾസിന്റെ എണ്ണം, അതായത് 2 × 180 ഡിഗ്രി അല്ലേ? പെന്റഗണിൽ എങ്ങനെയാണ്? 3 ട്രയാങ്കിൾസ് ആണ്. അപ്പൊ 3 × 180 ഡിഗ്രി. അത് എത്രയാണോ അതായിരിക്കും അതിന്റെ സം. ഇനി ഹെക്സഗണിൽ എത്രയാണ്?
4 ട്രയാങ്കിൾസ്. അപ്പോൾ 4 ഇൻറ്റു 180 ഡിഗ്രി. അതിന്റെ അർത്ഥം 4 ട്രയാങ്കിൾസിന്റെ സമ്മ് 4 ട്രയാങ്കിൾസ് ഇൻറ്റു 180 ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഹെക്സഗണിന്റെ ഉള്ളിലുള്ള എല്ലാ ഇന്നർ ആംഗിൾസിന്റെയും സമ്മായി കിട്ടും. അപ്പൊ ഇങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എണ്ണം കിട്ടുക? ഇത്ര ട്രയാങ്കിൾസ് ഉണ്ട്, 3 ആണ്, 4 ആണ്, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ സൈഡുകളൊക്കെ വന്നെങ്കിൽ എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്, ഇവിടെ സൈഡുകൾ നോക്കും. 6 സൈഡാണ് ഉള്ളത് അല്ലെ? ഹെക്സഗണിന് 6 സൈഡാണ് ഉള്ളത്. 6 സൈഡ് 6 എന്നുള്ളത് ഇവിടെ എത്ര ട്രയാങ്കിൾ ആയിട്ട് മാറി? 4 ആയിട്ട് മാറി. 6 സൈഡ് ഉള്ളപ്പോൾ 4 ട്രയാങ്കിൾ, 5 സൈഡ് ഉള്ളപ്പോൾ 3 ട്രയാങ്കിൾ, 4 സൈഡ് ഉള്ളപ്പോൾ 2 ട്രയാങ്കിൾ, 3 സൈഡ് ഉള്ളപ്പോൾ ഇവിടെ 1 ഇൻറ്റു 180 എന്ന് എനിക്ക് എഴുതിക്കൂടെ? 1 ഇൻറ്റു 180 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് 3ന്ന് എത്ര കുറച്ചാലാണ് 1 കിട്ടുക? 2. 4ന്ന് എത്ര കുറച്ചാലാണ് 2 കിട്ടുക? 2. 5ന്ന് എത്ര കുറച്ചാലാണ് 3 കിട്ടുക? 2. 6ന്ന് എത്ര കുറച്ചാലാണ് 4 കിട്ടുക? 2. അതായത് ഞാൻ സൈഡിന്റെ നമ്പർ n ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും 2 കുറയ്ക്കണം. n-2 ഇൻറ്റു 180 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്നർ ആംഗിൾസിന്റെ സമ്മ് കിട്ടും. ഓക്കെ, സം ഓഫ് ഔട്ടർ ആംഗിൾ, ഔട്ടർ ആംഗിൾസിന്റെ സമ്മ്. ആദ്യത്തെ ട്രയാങ്കിളിന്റെ നോക്കി നോക്കാം. ആദ്യത്തെ ട്രയാങ്കിളിൽ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വയ്ക്കാം. ഞാൻ ഒരു തറ്റത്ത് നിന്ന് ഈ ഒരു സ്റ്റാർട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് തിരിഞ്ഞു അല്ലേ? ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു, പിന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു. അതായത് ഞാൻ മൊത്തം 360 ഡിഗ്രിയാണ് കറങ്ങിയത് അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ഔട്ടർ ആംഗിളിന്റെ സമ്മ് 360 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ സ്ക്വയറിൽ ഞാൻ ഇങ്ങനെ ഇവിടെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കാം. ഇങ്ങനെ നടന്നു പോകുന്നു, എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇങ്ങനെ വന്നു, എന്നിട്ട് ഇങ്ങനെ പോയി, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പോയി അല്ലേ? അതായത് ഞാൻ പിന്നെയും ഒരു 360 ഡിഗ്രിയാണ് തിരിഞ്ഞത്. പുറമേലത്തെ ഔട്ടർ ആംഗിൾ എത്രയായി? 360 ഡിഗ്രി ആണ് മൊത്തം ഞാൻ കറങ്ങിയത്. അതേപോലെ തന്നെ അങ്ങനെ ഏത് ഷേപ്പ് എടുക്കുകയാണെങ്കിലും ഞാൻ തുടങ്ങിയ ദിക്കിൽ നിന്ന് തന്നെ തിരിച്ചെത്തുമ്പോൾ ഞാൻ ചുറ്റും വട്ടം കറങ്ങിയിട്ടാണ് വരുന്നത്. അതായത് ഒരു 360 ഡിഗ്രി കറങ്ങിയിട്ടാണ് ഞാൻ വരുന്നത്. ഏതൊരു പോളിഗണിന്റെയും ഔട്ടർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനി ആൻ ഇന്നർ ആംഗിൾ. ആൻ ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഒരു ഇന്നർ ആംഗിളാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 180 ഡിഗ്രിയാണ് മൊത്തം ഇന്നർ ആംഗിളിന്റെ സം. അപ്പോൾ 180 ഡിഗ്രിയാണ് മൊത്തം എങ്കിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എത്ര സൈഡ് ഉണ്ട് നോക്കിയാൽ മതി അല്ലേ? എത്ര സൈഡ് ഉണ്ട്? 3 സൈഡാണ് ട്രയാങ്കിളിനുള്ളത്. അപ്പോൾ 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതേപോലെ ആൻ ഇന്നർ ആംഗിൾ, സ്ക്വയറിന്റെ ഒരു ഇന്നർ ആംഗിൾ എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ 360 ഡിഗ്രി, 2 ഇൻറ്റു 180 360 ആണ്. 360 എത്ര സൈഡ് ഉണ്ട്? 4. 360/4 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ 3 ഇൻറ്റു 180 ആണ് എല്ലാ ഇന്നർ ആംഗിളിന്റെയും സമ്മ് അല്ലേ? ഒരു ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? 5 സൈഡുള്ളതുകൊണ്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ എല്ലാ ഇന്നർ ആംഗിളിന്റെയും സമ്മ് 4 ഇൻറ്റു 180 ആണ്. അത് ഡിവൈഡഡ് ബൈ എത്ര സൈഡ് ഉണ്ട് ഹെക്സഗണിന്? 6 സൈഡ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇന്നർ ആംഗിൾ എത്രയാണെന്ന് കിട്ടും. ഇനി ഒരു ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് എങ്ങനെയാണ് കിട്ടുക? ഇതേ രീതിയിൽ തന്നെ മൊത്തം ഔട്ടർ ആംഗിളിന്റെ സമ്മ് 360 ഡിഗ്രി ആയിരുന്നെങ്കിൽ 360 ഡിഗ്രി ബൈ എത്ര സൈഡ് ഉണ്ട്? 3. അതേപോലെ ഇവിടെ 360 ഡിഗ്രി ബൈ 4, 360 ഡിഗ്രി ബൈ
5 360°/6. സൈഡുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഔട്ടർ ആംഗിൾ എത്രയാണ്? 360. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ? ഇന്നർ ആംഗിളിന്റെ അളവ് കൂടി കൂടി വരുന്നു, ഔട്ടർ ആംഗിളിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അങ്ങനെയല്ലേ വേണ്ടത്? ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും ഒരു പോളിഗണിന്റെ ഒരു ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടി കഴിഞ്ഞാൽ 180° എന്ന് കിട്ടും അല്ലെ? ഇവിടെ 90 + 90 ആണ് വരിക. അതുപോലെ ഇവിടെ 120 ആണ് ഇവിടെ വരിക, ഇവിടെ 60 എന്ന് വരും. അപ്പോൾ 60 + 120 ഇവിടെ 180, ഇവിടെ 180, രണ്ടും കൂടിയും കൂട്ടിയ 180 എന്നും കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ചെയ്തത് കറക്റ്റ് മെത്തേഡാണ്. നമുക്ക് അടുത്ത ചോദ്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് ആദ്യം പഠിച്ചു തുടങ്ങുന്ന നമ്പർ ഏതാണ്? 1 ആണ് അല്ലേ? 1 തൊട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നാച്ചുറൽ നമ്പേഴ്സ് അപ്പോൾ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. 1, 2, 3, 4 അങ്ങനെ പോകും. അതിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈവൻ നമ്പേഴ്സ്? ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ. 2, 4, 6, 8 ഇതെല്ലാമാണ് ഈവൻ നമ്പേഴ്സ്. ഇനി എന്താണ് ഓഡ് നമ്പേഴ്സ്? ഒറ്റ സംഖ്യകൾ. 1, 3, 5, 7 ഇതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ്. ഇനി ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ ഹാഫ്. ഇവിടെ ആദ്യത്തെ നാച്ചുറൽ നമ്പർ 1 ആണ്. അതിന്റെ പകുതി 1/2 ആണ്. അടുത്തത് 2 ആണ്. 2ന്റെ പകുതി 1. അടുത്തത് 3 ആണ്. 3ന്റെ പകുതി 1.5. അടുത്തത് 4 ആണ്. 4ന്റെ പകുതി 2. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അടുത്ത നമ്പർ ഏതായിരിക്കും? ഇതായിരിക്കും 2.5. അടുത്തതോ 3. അടുത്തതോ 3.5. അതിന്റെ അർത്ഥം ഇങ്ങനെ ഹാഫ് വെച്ചാണ് കൂടി പോകുന്നത് അല്ലേ? അതേപോലെ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. അടുത്തത് 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49 അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഒരു നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഉള്ള എല്ലാ സീക്വൻസിലും നമുക്കൊരു പൊസിഷൻ തന്നു കഴിഞ്ഞാൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ചോദിക്കുകയാണ് നാച്ചുറൽ നമ്പറിന്റെ കാര്യം പറയുകയാണെങ്കിൽ 100ാമത്തെ നാച്ചുറൽ നമ്പർ ഏതാണ്? ഒബ്വിയസ്ലി അത് 100 തന്നെയാണ് അല്ലെ? ഇനി 90ാമത്തെ നാച്ചുറൽ നമ്പർ 90 തന്നെയാണ് അല്ലെ? അപ്പൊ അതിന്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഈവൻ നമ്പേഴ്സിന്റെ കാര്യമായിക്കോട്ടെ. 100ാമത്തെ ഈവൻ നമ്പർ ഏതാണ്? അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ ഈവൻ നമ്പേഴ്സ് എല്ലാം എന്താണ്? 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2 × 1 2, 2 × 2 4. അപ്പോൾ ആ പൊസിഷൻ ഏത് നമ്മൾ കൊടുക്കുന്നോ ആ ഈവൻ നമ്പർ നമുക്ക് 100ാമത്തെ ഈവൻ നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 × 100 ചെയ്താൽ 200 എന്ന് കിട്ടും. അപ്പോൾ 100ാമത്തെ ഈവൻ നമ്പർ ആണ് 200. അതേപോലെ ഓഡ് നമ്പേഴ്സിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ 2 × എന്തോ ആണല്ലോ. അപ്പൊ ഈവൻ നമ്പേഴ്സിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ 2 × n. അങ്ങനെയാണെങ്കിൽ ഓഡ് നമ്പേഴ്സ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. ഈവൻ നമ്പേഴ്സിൽ 2 ആയിരുന്നു തുടക്കം. ഓഡ് നമ്പേഴ്സിൽ 1 ആണ്. 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം 1. അതേപോലെ 4ഉം 3ഉം 1, 6ഉം 5ഉം 1, 8ഉം 7ഉം 1. ഒരു ഈവൻ നമ്പറിൽ നിന്ന് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പർ കിട്ടും അല്ലേ? അപ്പോൾ എനിക്ക് പറയാം 2n - 1. ഇത് വെച്ചിട്ട് എനിക്ക് 100ാമത്തെ ഓഡ് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? 100ാമത്തെ ഓഡ് നമ്പർ എത്രയായിരിക്കും? 2 × 100 - 1 എന്ന് വെച്ചാൽ 99. സോറി 199 അല്ലേ? 2 × 100 200, 200 എന്ന് പറഞ്ഞാൽ 199. യെസ്. അടുത്തത് നോക്കാം.
ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പേഴ്സിന്റെ ഹാഫ്. 100ാമത്തെ എന്താ പറയാ, 100ാമത്തെ ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? 50 ആയിരിക്കും അല്ലേ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. 100ാമത്തെ ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 50 ആയിരിക്കും. 100ന്റെ പകുതി അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. 50ന്റെ 50ാമത്തെ ആണെങ്കിലോ 25 ആയിരിക്കും. അതേപോലെ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പൊ 100ാമത്തെ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100ന്റെ സ്ക്വയർ അല്ലേ? 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് പറ്റും. ഇവിടെ ഒരു സീക്വൻസ് ഉണ്ട്. ഇതെല്ലാം ഒരു പ്രത്യേക നിയമത്തിനനുസരിച്ചാണ് പോകുന്നത്. ഒരു സ്പെസിഫിക് ഓർഡർ ഉണ്ട് അല്ലേ? ഒരു സ്പെസിഫിക് റൂള് പ്രകാരമാണ് പോകുന്നത്. അപ്പൊ അതിനെയാണ് ഒരു സ്പെസിഫിക് റൂള് പ്രകാരം പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് സീക്വൻസ് എന്ന് വിളിക്കുക. സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് അല്ല, വെറും സീക്വൻസ്. വെറും സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റൂള് പ്രകാരം പോകും. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മളോട് ഇവിടെ ഇതേപോലെ തന്നെ ഒരു സീക്വൻസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ഇങ്ങനെയായിരിക്കണം. which leave remainder 1 on division by 3 and the sequence of natural numbers which leave remainder 2 on division by 3. ഇവിടെ രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ഓഫ് ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടണം. അതേപോലെ 2ഉം നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടണം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. റിമൈൻഡർ 1 കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് 1 തൊട്ട് എല്ലാ നമ്പേഴ്സ് ഒന്നും എഴുതാം. 1 2 3 4 ഇത്രയും നമ്പേഴ്സ് നമുക്ക് ആദ്യം എടുക്കാം. ഇനി ഇതില് 1നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1 റിമൈൻഡർ ആയിട്ട് കിട്ടുമോ? 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ 1 ആയിട്ട് റിമൈൻഡർ കിട്ടും. നോക്കി നോക്കാം. 0 എന്ന് വരും അല്ലേ? എനിക്കിവിടെ 1 ആയിട്ട് റിമൈൻഡർ കിട്ടുന്നുണ്ട്. ഇനി 2നെ ചെയ്താലോ? ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? 2 എന്നാണ് കിട്ടുക അല്ലേ? അപ്പൊ 2 റിമൈൻഡർ വരുന്നത് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 റിമൈൻഡർ വരുന്നതിന് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതേപോലെ 3നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ് കിട്ടുക. ഒന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പൊ അതിനെ അങ്ങനെ തന്നെ വെറുതെ വിടുന്നു. അതേപോലെ ഇനി 4നെ ഡിവൈഡ് ചെയ്താലോ എനിക്ക് 1 റിമൈൻഡർ കിട്ടും അല്ലേ? ഇത് നോക്കിയാൽ കിട്ടും. 4നെ ഡിവൈഡ് ചെയ്താൽ എനിക്ക് 1 റിമൈൻഡർ കിട്ടും. അപ്പൊ 5നെ ചെയ്താലോ? 5നെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 1 കിട്ടുമോ? 1 കിട്ടില്ല. പകരം എത്രയാണ് കിട്ടുക? 2 ആണ് കിട്ടുക. ഇനി 6നെ ഡിവൈഡ് ചെയ്താൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ് 6. അപ്പോൾ എനിക്ക് കിട്ടില്ല. 7നെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 1 റിമൈൻഡർ ആയിട്ട് കിട്ടും അല്ലേ? ഇനി 8നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എനിക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടും. 9നെ ചെയ്താലോ? കിട്ടില്ല. കാരണം 3ന്റെ മൾട്ടിപ്പിൾ ആണ് 9. ഓ, നമുക്കിവിടെ ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റത്തെ റിമൈൻഡർ 1 മാത്രം കിട്ടണം എന്ന് നോക്കാം. റിമൈൻഡർ 1 മാത്രം കിട്ടണത് നോക്കാം. റിമൈൻഡർ 1 മാത്രം കിട്ടേണ്ടത് ഏതൊക്കെയാ? 1 4 7 അല്ലേ? ഈ 1ഉം 4ഉം 7ഉം ഇവർ എത്ര ഗ്യാപ്പ് വെച്ചിട്ടാണ് പോകുന്നത് അല്ലേ? 7 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതായിരിക്കും? അതെങ്ങനെ കണ്ടുപിടിക്കും? 1ഉം 4ഉം തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ട്? 3 ഗ്യാപ്പ് ഉണ്ട് അല്ലേ? 4ഉം 7ഉം തമ്മിൽ 3 തന്നെ. അങ്ങനെയാണെങ്കിൽ 7ഉം അടുത്ത നമ്പർ ഏതായിരിക്കും ഇതിൽ വരുന്നത്? 10 ആയിരിക്കും. അടുത്തതോ 13, അടുത്തതോ 16, അടുത്തത് 19. അങ്ങനെയായിരിക്കും പോകുന്നത്. ഇവിടെ നമുക്കൊരു എന്ത് കാണാൻ പറ്റി? ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു സീക്വൻസ് നമുക്ക്. അതേപോലെ തന്നെ ഇവിടെ 2 റിമൈൻഡർ കിട്ടണമെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെയും
ഒരു 3 ഇടവിട്ടിട്ടാണ് പോകുന്നത്. ആദ്യം 2 അല്ലേ? പിന്നീട് 5 പിന്നീട് 8. ഇവിടെ എത്ര വെച്ചാണ് കൂടുന്നത്? 3 വെച്ച് തന്നെയാണ് കൂടുന്നത്. അടുത്ത നമ്പർ ഏതായിരിക്കും 8 കഴിഞ്ഞാൽ? 8 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 11 ആയിരിക്കും. 11 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 14 ആയിരിക്കും. 14 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 17 ആയിരിക്കും. 17 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 20 ആയിരിക്കും. ഇങ്ങനെയായിരിക്കും റിമൈൻഡർ 2 കിട്ടുന്ന ഒരു സീക്വൻസ് പോകുന്നുണ്ടാവും. ഓക്കെ. നമുക്ക് ഇതെല്ലാം ഒരു സീക്വൻസ് ആണ്. ഓക്കെ. നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. Write in ascending order the sequence of natural numbers with the last digit 1 or 6. നമുക്ക് 1ഉം 6ഉം വെച്ച് അവസാനിക്കുന്ന 1 അല്ലെങ്കിൽ 6 വെച്ച് അവസാനിക്കുന്ന ലാസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് നോക്കാം. ആദ്യം 1 വരും അല്ലേ? പിന്നെ ഏത് വരും? 1 കഴിഞ്ഞാൽ 6 എഴുതാം. 6 കഴിഞ്ഞാൽ 11, 16, 21, 26 പിന്നെ 31, 36, 41, 46 അല്ല ഇങ്ങനെ പോകും. ശരി. ഡിസ്ക്രൈബ് ദ സീക്വൻസ് ഇൻ 2 other ways. 2 രീതിയിൽ കാണിക്കാം. ശരി. ഫസ്റ്റത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 5 വെച്ചാണ് കൂടിപ്പോകുന്നത്. സോ ഫസ്റ്റത്തെ റീസൺ ഇതാണ്. 5 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്ത് പോകുന്നു. സെക്കൻഡ് ഇത് കാണിക്കാൻ പറയുന്നുണ്ട്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. 5ന്റെ ടേബിൾ എടുത്തു നോക്കാം. ആദ്യം 6 എടുത്തു നോക്കാം. 5ന്റെ ടേബിളില് 5 ആണ് ആദ്യം വരുന്നത് അല്ലേ? അപ്പൊ 6ന് തൊട്ട് പിന്നിലുള്ള നമ്പറാണ് 5. അതേപോലെ 11ന്റെ തൊട്ട് പിന്നിലുള്ള 10 എന്ന് പറയുന്നത് 5ന്റെ ടേബിളിലുള്ള. അതേപോലെ 16ന്റെ തൊട്ട് പിന്നില് 15. അപ്പോ ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ ഏത് നമ്പറും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇപ്പൊ 1 ആയാൽ പോലും ആദ്യത്തെ 1 വരെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോലും നമുക്കിവിടെ കിട്ടുന്ന ഈ സീക്വൻസിലെ ഏത് നമ്പർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. അതിൽ വ്യത്യാസം വരുന്നില്ല. സോ ഡിവൈഡഡ് ബൈ 5 ഈസ് റിമൈൻഡർ ഡിവൈഡഡ് ബൈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ 1 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ. അടുത്തതിലേക്ക് നോക്കാം. ഇവിടെ ഒരു ചിത്രം കാണാനുണ്ട് അല്ലേ? ഒരു ട്രയാങ്കിൾ ആദ്യം വരച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രയാങ്കിളിന് നടുവിൽ ഒരു കട്ട് ചെയ്തു. ഒരു നടുവിൽ കാണുന്ന വെള്ളയാണ് കട്ട് ചെയ്ത ഭാഗം എന്ന് വിചാരിക്കും. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിന്റെ നടുവിൽ ഇങ്ങനെ ട്രയാങ്കിൾ പോലെ പിന്നെ കട്ട് ചെയ്തു. ഇനി ഇതിന്റെ 3 ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണെങ്കിൽ ആ 3 ഡ്യൂപ്ലിക്കേറ്റ് വെച്ചപ്പോൾ ഉണ്ടായതാണ് ഇങ്ങനെ. ഇങ്ങനൊരു വലിയൊരു ട്രയാങ്കിൾ. ഇനി ഈ ഒരു വലിയ ട്രയാങ്കിൾ തന്നെ ഇതിന്റെ 3 എണ്ണം ഡ്യൂപ്ലിക്കേറ്റ് എടുത്തപ്പോൾ ഉണ്ടായതാണ് ഇങ്ങനെ. ഇത് കുറച്ച് വലുതാണ് അല്ലേ? അപ്പൊ ഇങ്ങനത്തെ തന്നെ 3 എണ്ണം വെച്ചപ്പോൾ ഇത്രയും വലിയ ട്രയാങ്കിൾ ആയിട്ട് മാറി. അപ്പൊ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇവിടെ നടുവിൽ വലിയൊരു ട്രയാങ്കിൾ കട്ട് ചെയ്തതുപോലെ കാണാം. അത് ഈ 3 ട്രയാങ്കിൾ വെച്ചപ്പോൾ അങ്ങനെ വന്നതാണ്. ഇതല്ല. ഓക്കെ. നമുക്ക് ഇതില് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതില് ഡ്രെഡ് ട്രയാങ്കിൾസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തേൽ എത്ര റെഡ് ട്രയാങ്കിൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും? ആദ്യത്തേല് 1, 2, 3. 3 റെഡ് ട്രയാങ്കിൾസ് ആണ് ഉള്ളത് അല്ലെ? ശരി. അങ്ങനെയെങ്കിൽ അടുത്തയിലേക്ക് നോക്കാം. അടുത്ത
ചിത്രത്തിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? റെഡ് ട്രയാങ്കിൾസ് 3, 6, 9 ട്രയാങ്കിൾസ് ഉണ്ട്. റെഡ്. അടുത്തതില് ഇവിടെ 9 എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും? ഇത് ഓൾറെഡി ഇവിടെ 3 ട്രയാങ്കിൾസ് ആണ് ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ളത്. റെഡ്. അപ്പോൾ 3 × 3 9 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ എങ്ങനെ കിട്ടും? ഒരു വലിയ ട്രയാങ്കിളിന്റെ ഉള്ളില്, അതായത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ 9 ആണെങ്കിൽ അതേപോലത്തെ 3 എണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ 9 × 3 ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. 9 × 3 27 എന്ന് കിട്ടും. അപ്പോൾ 27 ഇത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആക്ച്വലി 27 റെഡ് ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. ശരി, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1. അപ്പോൾ ആ ഒരു ട്രയാങ്കിൾ മുഴുവനായിട്ട് കട്ട് ചെയ്ത ഭാഗം കൂടിയും ഉൾപ്പെടെ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. അപ്പോൾ ഒരു ചെറിയ ട്രയാങ്കിൾ, ഓരോ ചിത്രത്തിലുമുള്ള ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്രാക്ഷൻസ് എന്ന ചാപ്റ്ററിൽ അല്ലേ, ഫ്രാക്ഷൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വലിയ പീസ് എടുക്കുന്നു, പിന്നെ 2 ആയി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഒരു വലിയൊരു പീസ് എടുക്കുന്നു, പിന്നെ 2 ആയി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 1നെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. 1/2 എന്ന് വരും. അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ. ഒരു വലിയ ട്രയാങ്കിളിനെ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1/, എത്ര വരും? 1/, എത്ര വരും? മൊത്തം ട്രയാങ്കിൾസ് 1, 2, 3. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. ഞാനിവിടെ ഏരിയ എന്ന് പറഞ്ഞെടുക്കാം. ഏരിയ എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തതിന്റെ ഉള്ള ട്രയാങ്കിൾ 1 ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര വരും? ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ ഓൾറെഡി 4 ആണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ആക്കേണ്ടി വരും. കണ്ടോ? 4 ആണ് കറക്റ്റ്. നടുവിലത്തെ വലിയൊരു ട്രയാങ്കിൾ പോലും നമ്മൾ കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ മുകളിൽ 1, 2, 3, 4 അല്ലേ? അപ്പോൾ ഇതേപോലെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? റെഡ് മാത്രമല്ല വൈറ്റും കൂടിയും കൂട്ടേണ്ടി വരും. എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. വൈറ്റ് അടക്കം 4 ആണുള്ളത്. അതേപോലെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? മൊത്തം 4 എണ്ണം ഉണ്ട്. 4 × 4 16 എന്ന്. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ആയിട്ട് വരും 1/16 ആയിട്ട് വരും. 16. അടുത്ത നോക്കാം. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ 16 ആണ് അല്ലേ? അപ്പോൾ 16 എണ്ണമാണ് ഒരു വൈറ്റ് അടക്കം ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇവിടെ 1, ഇത് മുഴുവൻ 1, ഇത് 2, ഇത് 3, ഇത് 4. അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ 16 × 4 എന്ന് ചെയ്താൽ 64 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം ഇതിന്റെ ഏരിയ എന്ത് വരും? 1/64 എന്ന് വരും. 1/64. ഓക്കെ, 1/64 ആണ് ഇതിന്റെ ഒരു ഫുൾ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം.
വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലുമുള്ള റെഡ് ട്രയാങ്കിൾസിന്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് അറിയാം വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ ഓക്കെ. നമ്മൾ നേരത്തെ ഓരോ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിച്ചത്. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഒരു റെഡ് ടോട്ടൽ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. റെഡ് ട്രയാങ്കിൾസിന്റെ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ചിത്രത്തിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 3 റെഡ് ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ 4ൽ നിന്ന് 3/4 അതായിരിക്കും വരിക. അടുത്തതിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 3a 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 അല്ലേ? 3 into 3 അതായത് 9 ആണ്. നമ്മൾ ആദ്യം കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ റെഡ് ട്രയാങ്കിൾസിന്റെ എണ്ണം. അപ്പോൾ അതാവുമ്പോൾ 9/, ഇവിടെ നമ്മൾ ഓൾറെഡി കൗണ്ട് ചെയ്തിട്ടുണ്ട് 27/4 ഇതാണ് വരിക. അടുത്ത ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. Write the first 5 terms of each of the 3 sequences got by continuing this process. Write the first 5 terms of each of the 3 sequences got by continuing this. അപ്പോൾ നമുക്ക് അടുത്ത 3 ടേംസ് എത്രയാണ്? ആദ്യത്തെ 5 ടേംസ് ഏതാണ് വരിക എന്ന് നമുക്ക് നോക്കണം. എങ്ങനെ? ഈ 3 സീക്വൻസ് ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച 3 എണ്ണത്തിൽ 3 സീക്വൻസിലും ആദ്യത്തെ 5 ടേംസ് എഴുതാം. അപ്പോൾ ഓൾറെഡി 3 ആയി. അതായത് അടുത്ത 2 ടേംസ് എന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അത് ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ആദ്യം 3ൽ നിന്ന് 9 ആയി അല്ലെ? 9ൽ നിന്ന് 27. ഇവിടെ എന്താ ചെയ്തത്? 3ന്റെ കൂടെ എന്ത് ചെയ്തപ്പോൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 9 കിട്ടുക? ഇൻറ്റു 3 എന്ന് ചെയ്യാം. 9ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 27 കിട്ടി? ഇൻറ്റു 3. അതായത് അടുത്തത് ചെയ്യുന്നത് എന്താണ്? 27ന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യും. ഒരു ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. അത് നമുക്ക് കിട്ടുക 71 ആയിരിക്കും കിട്ടുക. ഓക്കെ, 71 എന്ന് കിട്ടും. ഇനി 71ന്റെ കൂടെ 3 നമ്മൾ ചെയ്യുകയാണെങ്കിൽ 71 into 3 ആയിരിക്കും അടുത്ത നമ്പർ വരിക. 213 ആണെന്ന് തോന്നുന്നു. 213 ആയിരിക്കും വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിന്റെ നോക്കാം. അടുത്തത് 1/4 ആയി. ആദ്യം 1/4 ആണ്, പിന്നെ 1/16 ആയി, പിന്നെ 1/16 1/64 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ചേഞ്ച് ആവുന്നത് മുകളിലത്തെ 1 ചേഞ്ച് ആവുന്നില്ല. അടിയിലത്തെ ഡിനോമിനേറ്റർ മാത്രമാണ് ചേഞ്ച് ആവുന്നത്. 4ന്റെ കൂടെ എന്താ മൾട്ടിപ്ലൈ ചെയ്തത്? ഇൻറ്റു 4 ആയി അല്ലേ? അപ്പോൾ 16 ആയി. അതേപോലെ അതായത് 1/4 ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. അതേപോലെ 1/16ന്റെ അവിടെയും 1/4 ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെയും സ്വാഭാവികമായിട്ടും 1/64ന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? 1/64ന്റെ കൂടെ 1/4 മൾട്ടിപ്ലൈ ചെയ്യാം. അതായിരിക്കും നാലാമത്തെ ടേം ഈ സീക്വൻസിൽ വരാം. അതേപോലെ തന്നെ 1/64 into 4 അതിന്റെ കൂടെ പിന്നെയും ഒരു 1/4 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/64ന്റെ കൂടെ 1/64 into 1/4 into 1/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടേമും കിട്ടും. ശരി, ഇനി നമുക്ക് മൂന്നാമത്തെ സീക്വൻസ് വന്നിരിക്കുന്നത് റെഡ് ട്രയാങ്കിൾസിന്റെ ഇതാണ് അല്ലേ? ഇവിടെ എന്താണ് വരുന്നതെന്ന് നോക്കാം.
3/4 എന്നുള്ളത് എന്തായിട്ട് മാറി? 9/69. ഇതിന്റെ അർത്ഥം ഇൻറ്റു എത്ര ചെയ്തിട്ടുണ്ടാവും? 3/4 ചെയ്തിട്ടുണ്ടാവും. അതേപോലെ 9/16ന്റെ കൂടെ 9 എങ്ങനെയാണ് 27 ആയത്? ഇൻറ്റു 3 ചെയ്താലാണ് ആവുക. അതേപോലെ 16 എങ്ങനെയാണ് 64 ആയത്? 4 ചെയ്തപ്പോൾ. 3/4 തന്നെയാണ് 2 വട്ടം ചെയ്തത്. അതിന്റെ അർത്ഥം ഈ ഒരു പാറ്റേൺ ആയിരിക്കും ആവർത്തിക്കുന്നുണ്ടാവുക. 27ന്റെ കൂടെ അടുത്തത് 3/4 ഇൻറ്റു ചെയ്താലായിരിക്കും അടുത്ത ടേം കിട്ടുക. ഈ ഒരു ടേമിന്റെ കൂടെ പിന്നെയും ഒരു ഇൻറ്റു 3/4 ചെയ്താൽ നമുക്ക് അടുത്ത ടേമും നമുക്ക് കിട്ടും. ഇത്രയാണ് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ഏകദേശം ഈ ഒരു ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ എടുക്കുന്നതായിരിക്കും. അടുത്ത കൂടുതൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.